ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഷൈൻ വേൾഡ് പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫെലനോപ്സിസ് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ വീഡിയോ ചെയ്യാനൊക്കെ ഇന്നും ലേറ്റാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ മറന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യുക കാണാം. ഞാനിന്ന് റിപ്പോർട്ട് ചെയ്യണതും പിന്നെ ഒരു പുതിയതായിട്ടുള്ള കിട്ടിയ ഒരു ഓർഗാനിക് വളങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ്. പിന്നെ ഇതിൽ കൊടുക്കുന്ന വളങ്ങളും എനിക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെയാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈസി ഓർക്കിഡ്സിൽ നിന്നാണ് ഫെലനോപ്സിസ് വാങ്ങിച്ചത്. മുൻപ് ഞാൻ ഫെലനോപ്സിസ് വാങ്ങിച്ചിട്ടൊക്കെ ശരിയായിരുന്നില്ല, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കിപ്പം കുഴപ്പമില്ലാണ്ട് പ്ലാന്റ് ഓക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കൊണ്ടുവന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എത്തിയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ക്ലൈമറ്റായിട്ടൊന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ലീഫിൻ്റെ അടിയിലോട്ട് കടത്തി വെച്ച് കമത്തി അതിൻ്റെ ചകിരി പീസ് അവർ കൊക്കോ ചിപ്സിലാണല്ലോ റിപ്പോർട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ അതൊക്കെ കളഞ്ഞ് നമ്മൾക്ക് കരിക്കട്ട യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് ഫംഗിസൈഡിൽ മുക്കി വയ്ക്കുക. ഏറ്റവും നല്ലത് നമ്മുടെ സ്യൂഡോമോണസ് ലിക്വിഡ്, അത് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ എൻ്റെ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സാഫിൽ തന്നെയാണ് മുക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുക്കി വെച്ചിട്ട് നമ്മളെടുത്ത് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ തെർമോക്കോളും ഞാനപ്പോൾ കരിക്കട്ടയ്ക്ക് നല്ല റേറ്റ് ആയതുകൊണ്ട് തെർമോക്കോളും യൂസ് ചെയ്തതാണ്. പിന്നെ ഇച്ചിരി ചകിരിനാര്, മോസുള്ളവർക്ക് മോസ് ഇച്ചിരി വെള്ളം വെക്കാം, തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. ഇതൊക്കെ നമ്മൾ സാഫിലൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ. ഒക്കെ ട്രീറ്റ് ചെയ്ത് വരുത്തിച്ച് ഉണക്കിയ സാധനങ്ങളാണ് നമ്മൾ ഓർക്കിഡിന് എപ്പോഴും യൂസ് ചെയ്യാവൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒക്കെ ട്രീറ്റ് ചെയ്ത് ചകിരിനാരൊക്കെ ട്രീറ്റ് ചെയ്ത് വെള്ളത്തിൽ കുറേ ദിവസം ഇട്ടിട്ട് സാഫിലൊക്കെ മുക്കിയിട്ടിട്ടൊക്കെയാണ് നമ്മൾ ഉണക്കിയിട്ടൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കരിക്കട്ടയും തെർമോക്കോളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ക്ലേ ബോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പിന്നെ നമ്മൾക്ക് ഇത് ഡെയിലി നനയ്ക്കണേന് അലോവേര ഞെക്കി പിഴിഞ്ഞ വെള്ളമൊക്കെ നനയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എന്താണ് ഗ്രോയ്ക്കുള്ള 19 ഉണ്ടല്ലോ, അത് കൊടുക്കാം. പിന്നെ ഗ്രോയ്ക്കുള്ള വളം കൊടുക്കാം. പിന്നെ മെച്ചുറായ പ്ലാന്റിന് മാത്രമേ നമ്മൾ ബ്ലൂമിങ്ങിനുള്ള മിറാക്കിൾ 20 അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അത് ആഴ്ചയിൽ മാറും അങ്ങനെ കൊടുക്കുക. 4 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ കൊടുത്താലാണ് ഇതിനൊക്കെ ഫ്ലവർ ചെയ്യാനും ഒക്കെ ഫ്ലവർ ചെയ്യാനും വളർച്ചയ്ക്കും കൃത്യമായിട്ട് വളപ്രയോഗം നടത്തിയാൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരു പ്ലേസിൽ ഫെലനോപ്സിസ് വെക്കണം. പിന്നെ ഞാൻ വളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമുക്ക് കിഴി കെട്ടിയൊക്കെ വെച്ച് കൊടുക്കാം. ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളമാണ് കേട്ടോ. അത് ഭൂമി പവറും പ്രോം എന്ന് പറഞ്ഞിട്ട് 2, അത് കിഴി കെട്ടി വെച്ച് കൊടുക്കാം. പിന്നെ ബ്ലൂമിങ്ങിന് 1 ml 1 ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ. അതിൻ്റെ കൂടെ സ്പ്രെഡോളെന്ന് പറഞ്ഞിട്ട് 1/2 ml 1 ലിറ്റർ വെള്ളത്തിൽ അത് 2 കൂടി കൂട്ടി അടിക്കാമെന്ന് പറഞ്ഞാൽ ബ്ലൂമിങ്ങിന് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കും ഒക്കെ തന്നെ നല്ലതാണ്, എല്ലാ പ്ലാന്റ്സിനും നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. ഇത് പുതിയതായിട്ടുള്ള വാങ്ങിച്ചിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തില്ല, 1 ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. ടൈം കിട്ടാതെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒക്കെ ഒഴിക്കുന്നത് കറക്റ്റായിട്ടൊന്നും വരുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ഫെലനോപ്സിൻ്റെ പ്രധാന പ്രശ്നം ചീയൽ വരും കേട്ടോ. ചീയൽ വരുമ്പോൾ നമ്മൾ അതിനെ സംരക്ഷിക്കാനായിട്ട് ആൻറ്റിബയോട്ടിക് ടാഗ്മൈസിൻ എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റിബയോട്ടിക് ഇട്ട് 4 ദിവസം കൂടുമ്പോൾ 3 തവണ 4 ദിവസം കൂടുമ്പോൾ 3 പ്രാവശ്യം കൊടുക്കണം. അത് സാഫ് കൂട്ടി അടിക്കാം, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒരു നുള്ളിൽ ടാഗ്മൈസിൻ ഇട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അതിൽ സാഫും 1 ലിറ്റർ വെള്ളത്തിൽ കൂട്ടി അടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇത് ടാഗ്മൈസിൻ കൊടുത്തിട്ട് പിറ്റേ ദിവസം സാഫ് കൊടുക്കാം. ഈ സാഫിന് പകരം ഹെഡ്വിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗിസൈഡ് ഇതാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് അത് നമുക്ക് കുറച്ച് പ്ലാന്റൊക്കെ ഉള്ളവർക്ക് അത് മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാഫ് കൂട്ടിയാണ് ഞാനൊക്കെ കൊടുത്തത്. കുഴപ്പമില്ല, പ്ലാന്റ്
1-2 പഴയ പ്ലാന്റിന് ചീൽ വന്നിട്ട് രക്ഷപ്പെട്ടു കേട്ടോ. പുതിയതിനൊന്നും പ്രോബ്ലം ഇല്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ കൂമ്പിൽ വെള്ളം വീഴാണ്ട് നോക്കുക, ഫിക്സഡായിട്ട് ഒരു പ്ലേസിൽ വെക്കുക. രാവിലത്തെ ചാഞ്ഞ വെയിൽ കൊണ്ടതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കൂടുതൽ ചൂടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രീൻ നെറ്റൊക്കെ കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ വെയിൽ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പ്ലാന്റ് എടുത്തുകൊണ്ട് അവിടേക്കും ഇവിടേക്കും പോകരുത്. അങ്ങനെ പോയിട്ട് എൻ്റെ പ്ലാന്റ്സ് നട്ടു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തായിരുന്നു. അതൊക്കെ എന്നിട്ട് പ്ലാന്റ് നട്ടു. ഇതിപ്പോൾ പുതിയ ലീഫൊക്കെ വന്നു റിപ്പോർട്ട് ചെയ്തിട്ട്. പിന്നെ ഇതിപ്പോൾ തുളുമ്പിന് എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഈ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനും അധികം മഴയൊന്നും കൊള്ളാൻ പാടില്ലല്ലോ. അപ്പോൾ വെയിൽ അത്യാവശ്യം വെയിൽ വേണം, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത വെയിൽ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരിക്കണത്. പിന്നെ നമുക്ക് അലോവേരയും മുരിങ്ങയിലും കൊന്നയിലൊക്കെ ഇട്ടിട്ട് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം, നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇതൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വേര് വന്നിരിക്കുന്നത്. ഇത് വെള്ളത്തിൻ്റെ പുറമെ കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റ്, എൻ്റെ 2 പ്ലാന്റ് കേട്ടോ. വെള്ളം കുറഞ്ഞാലും വെള്ളം കൂടി ആവശ്യത്തിന് വെള്ളമില്ല ഉണ്ടെങ്കിൽ നല്ല പച്ചപ്പിൽ നിൽക്കും വേരൊക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ എന്തെങ്കിലും മറന്നുപോയോ, ചൂടുമണസ് ഒഴിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. പിന്നെ അടിയിൽ ട്രേ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതിൽ വെള്ളം കൂടുതലായി നമുക്കൊരു സ്പോഞ്ച് വെച്ച് ഞെക്കി പിഴിഞ്ഞൊക്കെ കളയാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിന് പുതിയ ലീഫ് വന്ന് പുതിയ ബഡ് വനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോയെന്ന് അറിയില്ല, പറയാൻ പറ്റുമോ. പിന്നെ ഞാൻ കുടത്തിലൊക്കെ ചെയ്തത് വീണ്ടും അത് ഇതിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. മരത്തിൻ്റെ പീസിൽ കെട്ടി വെച്ചതും ഞാനത് ചട്ടിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. അത് നമ്മൾ കെട്ടി കൊടുക്കുന്നത് കറക്റ്റ് ആവാഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ അതിന് ഓക്കെ ആയി. പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മ, സംസാരത്തിൽ എന്തെങ്കിലും പോരായ്മയൊക്കെ വന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.